അയ്യാ വണക്കം. സുരേഷ് ഗോപിയാണ് ഇപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുഴുവൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. പണ്ട് മുതലേ അങ്ങനെ തന്നെയായിരുന്നു. കേന്ദ്രമന്ത്രിയായപ്പോൾ കുറച്ചുകൂടി രാമനിലയത്തിൽ നിന്നും സുരേഷ് ഗോപി ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം കൂടെ സുരേഷ് ഗോപിക്ക് വട്ടം നിന്നു. മാധ്യമപ്രവർത്തകർ വിചാരിച്ചു കേന്ദ്രമന്ത്രിയാണെങ്കിൽ എന്താ നമുക്ക് ചുറ്റും നിന്ന് സുരേഷ് ഗോപിയുടെ വഴി തടഞ്ഞ് ബൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് നേരത്തെ മാന്യമായി ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കാര്യങ്ങൾ കൃത്യം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങൾ വട്ടം നിന്നപ്പോൾ സുരേഷ് ഗോപി അവരെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു ഇതെൻ്റെ വഴിയാണ്, ഇത് തടസ്സം നിൽക്കരുതെന്ന്. പിന്നീട് വലിയ പൂരം ഇവിടെ ഉണ്ടായി. ആ വലിയ പൂരം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരുടെ വഴി തടഞ്ഞു, മാധ്യമപ്രവർത്തകരുടെ ജോലി തടസ്സപ്പെടുത്തി. പിന്നെ കേരള പോലീസല്ലേ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറയാം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചില്ല, മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപി ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു. സുരേഷ് ഗോപി കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ കേസ്. ഇതോടുകൂടി ജാമ്യമില്ലാ വകുപ്പിലാണ് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ എല്ലാം കേസെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് മീഡിയ ഫണ്ടിൻ്റെ മാധ്യമപ്രവർത്തകർ അത് എടുത്തു പറയണം. കാരണം സുരേഷ് ഗോപി നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് സുരേഷ് ഗോപിയെ തെറി പറഞ്ഞ് അവിടെ, അതായത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കുന്നതിൽ നിസ്തുലമായ പങ്ക് വഹിച്ച ഒരു മാധ്യമമാണല്ലോ ഈ മീഡിയ ഫണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരുടെ കാര്യം എടുത്തു പറയണം. പോരാത്തതിന് ഡൽഹിയിൽ സുരേഷ് ഗോപി ബൈറ്റ് കൊടുത്തപ്പോൾ സുരേഷ് ഗോപി ബൈറ്റ് കൊടുത്ത് അങ്ങോട്ട് മാറിയപ്പോൾ സുരേഷ് ഗോപിയുടെ ബാക്കിൽ നിന്ന് ഒറ്റ കൂത്തിന് എന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ച ഒരു റിപ്പോർട്ടറൊക്കെ ഉള്ളൊരു ചാനലാണല്ലോ മീഡിയ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കേസ് എടുത്തു പറയണം. പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം കഴിഞ്ഞ ദിവസം മനോരമ കോൺക്ലേവിൻ്റെ സമാപന ചടങ്ങിൽ സുരേഷ് ഗോപി നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന കൊങ്ങിയായിട്ടുള്ള, അതായത് കോൺഗ്രസ്സുകാരിയാണ്, കോൺഗ്രസിനോടാണ് ആഭിമുഖ്യം കൂടുതൽ. രാഹുൽ ഗാന്ധി എന്ത് കാണിച്ചാലും നിഷ പുരുഷോത്തമന് അത് വിസ്മയമാണ്. അങ്ങനെ വിസ്മയമായിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വിസ്മയമായി കാണുന്ന നിഷ പുരുഷോത്തമൻ സുരേഷ് ഗോപി ഇൻ്റർവ്യൂ ചെയ്ത് കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാനായിട്ട് സാധിച്ചത്. സുരേഷ് ഗോപിയോട് നിഷ പുരുഷോത്തമൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് സുരേഷ് ഗോപി കുറുക്കി കൊള്ളുന്ന മറുപടിയാണ് കൊടുത്തത്. എന്താണ് നിഷ പുരുഷോത്തമൻ സുരേഷ് ഗോപിയോട് ചോദിച്ചത്? പഴയ ബോംബ് തന്നെ, പുതിയതായിട്ടൊന്നും ചോദിക്കാനില്ല. സുരേഷ് ഗോപിയോട് ഈ നിഷ പുരുഷോത്തമൻ ചോദിക്കുന്നത് ജനങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ് ഞങ്ങൾ താങ്കളോട് ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെ ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ താങ്കൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയാണോ? അപ്പോൾ ഉടനെ സുരേഷ് ഗോപി തിരിച്ചു കൊടുത്ത മറുപടി ഒരു ഒന്നൊന്നര മറുപടിയായിരുന്നു. ആ മറുപടിക്കകത്ത് എല്ലാം ഉണ്ട്. ജനങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഒറ്റയടിക്ക് ഫീസ് അടിച്ചു പോയി. പോലീസും കോടതിയുണ്ട്. പോരാത്തതിന് അടുത്ത ചോദ്യം, അതിൻ്റെ ഉപചോദ്യമായിട്ട് നിങ്ങൾ പോലീസാണോ, നിങ്ങൾ കോടതിയാണോ? ഇവിടെയുള്ള ഏതൊരു സാധാരണ പൗരനുമുള്ള അവകാശം മാത്രമാണ് ഏതൊരു മാധ്യമപ്രവർത്തകനും ഉള്ളത് എന്ന രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പിന്നീട് ഒന്നും ചോദിച്ചില്ല, ചെവിയും കണ്ടൂടെ കണ്ണും കേട്ടൂടെ, ഇത് ഏത് ജില്ല എന്നുള്ള രീതിയിലായിപ്പോയി നമ്മുടെ നിഷ പുരുഷോത്തമൻ ചേച്ചി. അത് കഴിഞ്ഞ് നിഷ പുരുഷോത്തമൻ ചേച്ചി അവസാനിപ്പിക്കുന്നില്ല. ചേച്ചിയുടെ ചോദ്യശരങ്ങൾ സുരേഷ് ഗോപിക്ക് നേരെ തുടരുകയാണ്. സുരേഷ് ഗോപിക്ക് നേരെ ചേച്ചിയുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ ഭരണഘടനയിൽ ഊന്നിയാണല്ലോ താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ ഭരണഘടനയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അങ്ങനെയാണെങ്കിൽ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അകത്താണ് മാധ്യമ സ്വാതന്ത്ര്യം വരുന്നത് താങ്കൾ പറഞ്ഞു. ആ മാധ്യമ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യം വെച്ച് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തി കാണിക്കുന്നത്, താങ്കൾ എന്തിനാണ് ഇങ്ങനെ സ്ഥലജല വിഭ്രാന്തി കാണിക്കുന്നത് എന്നുള്ള രീതിയിലുള്ളതായിരുന്നു നമ്മുടെ നിഷ പുരുഷോത്തമൻ്റെ രണ്ടാമത്തെ ചോദ്യം. അതിന് കൃത്യമായിട്ട് സുരേഷ് ഗോപി മറുപടി കൊടുത്തു. സുരേഷ് ഗോപി പറഞ്ഞത് മാധ്യമപ്രവർത്തനമായിരിക്കണം, അല്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കരുത് മാധ്യമപ്രവർത്തനം എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള മാധ്യമപ്രവർത്തനം അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അത് കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല കാര്യങ്ങളിലും മാധ്യമങ്ങൾ വളച്ചൊടിച്ച് പല വാർത്തകളും കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വാർത്ത മതി, റേറ്റിംഗ് മതി. അതിനായിട്ട് മാധ്യമങ്ങൾ ഏതറ്റം വരെയും തരം താഴാനായിട്ട് മാധ്യമങ്ങൾ തയ്യാറാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ. വാർത്ത ഇല്ലെങ്കിലും പഴയ വാർത്ത കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഇങ്ങനൊരു പഴയ വാർത്തയുണ്ട്, ആ വാർത്തയോട് ചേർത്ത് ഈ വാർത്ത വായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഷോ ഓഫ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് നമ്മുടെ സുജയ പാർവതിയുണ്ട്, നമ്മുടെ റിപ്പോർട്ടറിലെ സംഘികളുടെ കൺകണ്ട ദൈവം. ഈ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം ഭക്തയായിട്ടുള്ള ഒരു ബാലാമണി താത്തയുണ്ടല്ലോ, ആ ബാലാമണി താത്ത ഹിന്ദുക്കളെ മുഴുവൻ വിറ്റ് ജീവിക്കുകയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള കോടതി ഉത്തരവ്, അവർ ചെയ്ത കാര്യത്തിൻ്റെ കോടതി ഉത്തരവടക്കമുള്ള വാർത്ത ഞാൻ കൊണ്ടുവന്ന് വായിച്ചപ്പോൾ ഇവിടെയുള്ള വിഭജിക്കപ്പെട്ട RSSകാരും എന്തിനു പറയുന്നു, പല BJPക്കാരും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തി. കമൻറ്റ് ബോക്സിൽ പൂരത്തെറി, ആ പെൺകുട്ടി അങ്ങനെയൊന്നും പറയരുതേ, അവർ ഭയങ്കര തങ്കക്കുടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത്
RSSകാർക്കിടയിലും ഹൈന്ദവർക്കിടയിലും ഒരു വിഭജനം സൃഷ്ടിക്കാൻ ആ യുവതിയെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഈ മണ്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല. യവന്മാർ ഇപ്പോഴും ബാലാമണി താത്ത എന്ന് കേട്ടാൽ അയ്യോ ബാലാമണി താത്ത എന്ന് പറഞ്ഞിരിക്കും. അയ്യോ ബാലാമണി താത്ത വരയ്ക്കുന്ന കൃഷ്ണന്റെ ചിത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പോരാത്തതിന് ബാലാമണി താത്തയെക്കാട്ടിലും കിടിലമായിട്ട് ഇവിടെ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഹൈന്ദവരുണ്ട്. അവർ വരയ്ക്കുന്ന ചിത്രങ്ങൾക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഇവർക്കുള്ളത് എന്നുള്ള ചോദ്യം ചോദിച്ചു. പോരാത്തതിന് അവർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് ഗുരുവായൂർ അമ്പലത്തിൽ ഇവർക്കുള്ളതെന്ന് ചോദിച്ചു. ഗുരുവായൂർ അമ്പലത്തിൽ കയറി കേക്ക് മുറിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തതെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ചോദിക്കില്ലേ, ഗുരുവായൂരപ്പൻ ഈ ബാലാമണി താത്തയുടെ സ്വന്തം ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഉമാൻ അന്ന് വലിയ രീതിയിൽ കൗണ്ടർ അടിച്ചത്. ഇന്ന് ആ ബാലാമണി താത്തയുടെ തനിക്കോണ ഉമാർക്കെല്ലാം മനസ്സിലായി. അതുപോലെ നമ്മുടെ KSUവിനോട് ആഭിമുഖ്യം പുലർത്തുന്ന അല്ലെങ്കിൽ KSUവിലൂടെ വളർന്നു വന്ന അല്ലെങ്കിൽ ഒരു കൊങ്ങിയായിട്ടുള്ള റിപ്പോർട്ടറായിരുന്നു സുജയ പാർവതി എന്ന് പറയുന്നത്. ആ സുജയ പാർവതിയാണ് ഇന്ന് സംഘികളുടെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത്. സുജയ പാർവതി എന്തെങ്കിലും പറയുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള സകല സംഘികളും. ആ സുജയ പാർവതി നമ്മുടെ സുരേഷ് ഗോപിയുടെ കേസിൽ പറഞ്ഞത് സുരേഷ് ഗോപി ചായക്കടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പഴംപുരിയുടെ കാര്യം ചോദിക്കണമെന്നാണ്. ഇതൊന്നും ആരും കാണുന്നില്ല. എന്തായാലും അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരും കൂടെ എക്സ്പോസ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്, മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. അതുപോലെ സുരേഷ് ഗോപി മറുപടി കൊടുത്തു. മാധ്യമപ്രവർത്തകൻ മാധ്യമപ്രവർത്തനം നടത്തണം, അല്ലാതെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന മാധ്യമമായി നിങ്ങൾ മാറരുത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഇതാ വരുന്നു അടുത്ത നിഷാ പുരുഷോത്തമൻ്റെ ക്വസ്റ്റ്യൻ. നിഷാ പുരുഷോത്തമൻ അടുത്തതായിട്ട് ചോദിച്ചത്, ഈ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പ്രകോപിതനാകുന്നത്, എന്നെ പ്രകോപിപ്പിക്കരുത് എന്ന് സുരേഷ് ഗോപി എപ്പോഴും മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിയാത്ത ഒരാളൊന്നുമല്ല ഞാൻ. എന്താണ് ഞാൻ പറയുന്നത്, എവിടെ വച്ചാണ് പറയുന്നത്, ഏത് സാഹചര്യത്തിലാണ് പറയുന്നത് എന്നെനിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പ്രീ കൺസീവ്ഡ് ആവാൻ ഞാനില്ല എന്ന് പറയുന്നത്. അതായത് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ അടുത്ത് വരുമ്പോഴേക്കും ഇവർ ഒരു അജണ്ട സെറ്റ് ചെയ്യും, അതായത് ഗോൾ പോസ്റ്റ് സെറ്റ് ചെയ്യും. എന്നിട്ട് സുരേഷ് ഗോപിയുടെ മുമ്പിൽ ഒരു ഗോൾ വയ്ക്കും, ഒരു ഫുട്ബോൾ വയ്ക്കും. ആ ഫുട്ബോൾ വെച്ചിട്ട് സുരേഷ് ഗോപി ഇവർ സെറ്റ് ചെയ്യുന്ന ആ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ച് കയറ്റണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള നിലപാടുകളുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. 3 തവണ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അന്ന് ഞാൻ മറുപടി പറഞ്ഞതാണ്. അതായത് ഈ മുകേഷുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3 തവണ മറുപടി പറഞ്ഞതാണ്. എന്നിട്ടും നിങ്ങൾ എൻ്റെ പുറകെ വന്നു. അതെന്തിനാണ്? അപ്പം നിങ്ങൾക്ക് എന്തോ എൻ്റെ വായിൽ നിന്ന് കിട്ടണം, അത് കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്നെ പ്രകോപിപ്പിക്കണം, അങ്ങനെ നിങ്ങൾക്ക് ന്യൂസ് വാല്യൂ ഉണ്ടാക്കണം. ഇതാണ് മാധ്യമ പ്രവർത്തനം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നികേഷ് പിണറായി വിജയൻ്റെ അടുത്ത് നിന്നുള്ളപ്പോൾ പിണറായി വിജയൻ ഒരു വാക്ക് ഉപയോഗിച്ചു, നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തകത്തിന് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാണ് നമ്മുടെ പിണറായി വിജയൻ നികേഷിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞത്. അതുപോലെ സുരേഷ് ഗോപി അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പിണറായി വിജയൻ്റെ ആ ലെവലിലോട്ട് തരം താഴെ സുരേഷ് ഗോപിക്ക് പറ്റിയില്ല എന്നുള്ളത് കൊണ്ടാണ് സുരേഷ് ഗോപി മാന്യമായിട്ട് പറഞ്ഞത്. ഇതായിരുന്നു നിഷാ പുരുഷോത്തമൻ്റെ അടുത്ത ചോദ്യം. ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയോട് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു സഹാനുഭൂതി തോന്നിയത് എന്നാണ് നിഷാ പുരുഷോത്തമൻ ചോദിച്ചത്. സുരേഷ് ഗോപി പറയുന്നു, ഇവിടെയാണ് മാധ്യമങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്. അമ്മ എന്ന സംഘടന ഒരു രാഷ്ട്രീയ സംഘടനയല്ല. അമ്മ എന്ന സംഘടനയ്ക്കകത്ത് ഏതു രംഗത്തിന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ കൂടെ ഉണ്ടാകും, എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിന് അതീതമായി അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. അതൊരു രാഷ്ട്രീയ സംഘടനയല്ല, ഈ വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നവുമല്ല, ഈ വിഷയത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കെട്ടരുത് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതുകൊണ്ടാണ് മുകേഷിൻ്റെ വിഷയത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം ആരോപണമാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്ന രീതിയിൽ സുരേഷ് ഗോപി സംസാരിക്കുന്നു. ആ ചോദ്യവും അവിടെ പൊളിഞ്ഞു. അടുത്തതായിട്ട് നിഷയുടെ $1 മില്യൺ ചോദ്യം. അതൊരു കുത്തിത്തിരിപ്പ് കലർന്ന ചോദ്യം കൂടിയായിരുന്നു. നിഷ ചോദിച്ചത്, ഈ ചാരിറ്റി പ്രവർത്തനം ഏത് രീതിയിലാണ് താങ്കളുടെ തൃശ്ശൂരുള്ള വിജയത്തെ സ്വാധീനിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഇതും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത്, ചാരിറ്റിയും എൻ്റെ രാഷ്ട്രീയവും. ഞാൻ അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞത് ഇത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യരുതെന്നാണ്. അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ എന്നായിരിക്കും നിഷ അപ്പം മനസ്സിൽ ആലോചിച്ചത്. ഇത് കണ്ടിട്ട് വോട്ട് ചെയ്യേണ്ട. പിന്നെ ചാരിറ്റി ഞാൻ നടത്തുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ പലതുണ്ട്, ആ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനാണ് എന്നും സുരേഷ് ഗോപി നിഷാ പുരുഷോത്തമനോട് പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. രണ്ടാമത് ഈ രാഷ്ട്രീയവും ചാരിറ്റിയും തമ്മിൽ കൂട്ടിക്കൊഴിക്കരുത് എന്നും സുരേഷ് ഗോപി നിഷാ പുരുഷോത്തമനോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സകല കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്കും $1 മില്യൺ മറുപടി നൽകിയാണ് സുരേഷ് ഗോപി നിഷാ പുരുഷോത്തമൻ എന്ന മാധ്യമപ്രവർത്തകയെ കണ്ടം വഴി ഓട്ടിച്ചത്. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.